നമ്മൾ ഇന്നുള്ളത് ഏകദേശം ഒരു 100ൽ പരം വെറൈറ്റി ദോശ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സ്പോട്ട് ഉള്ളത് കോട്ടക്കല് പറമ്പിലങ്ങാടിയിലാണ്. അപ്പൊ നമുക്ക് ഏതായാലും ആ ഒരു സ്പോട്ടിലോട്ട് പോയി നോക്കാം. സ്പോട്ട് ഏതാന്ന് പറയുന്നത് നിങ്ങൾക്ക് ദേ ദോശയാണ്. ഏതായാലും ഇവരുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മാസമായിട്ട് ഇവിടെ പൊറോട്ടയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സ്പോട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരൂര് വഴി വരികയാണെന്നുണ്ടെങ്കിൽ ചങ്കവട്ടി വഴി കോട്ടക്കല് പറമ്പിലങ്ങാടിയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലായിട്ട്. എന്തായാലും നമുക്ക് ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു എൻട്രൻസിൽ കാണുന്ന ആംബിയൻസ് ആണത്. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് കയറുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് അതിൻ്റെ ഒരു ഫുഡ് കൗണ്ടർ വരുന്നത്. നമ്മൾ സാധാരണ ദോശ എന്നൊക്കെ പറയുമ്പോൾ 1-2 വെറൈറ്റീസ് ഒക്കെ കഴിക്കാന്നല്ല, ഏകദേശം ഒരു 100ൽ പരം വെറൈറ്റി ദോശ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഗതി തന്നെയാണല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ ഫുഡൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലൈറ്റിങ്സ് ഒന്നും കൂടി ഒരു വാം ലൈറ്റിൽ ഇരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള സീറ്റിംഗ് ആണ് കേട്ടോ അത്. നമ്മളിവിടുത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് ഇതാ ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണുന്നത് കേട്ടോ. അതിൽ കാഞ്ചീപുരം ദോശ ഉണ്ട്, പിന്നെ അതുപോലെ മൈസൂർ ദോശ ഉണ്ട്, പിന്നെ അതുപോലെ ഗീ റോസ്റ്റ് ഉണ്ട്, മസാല ദോശ ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലുള്ളത്. പിന്നെ അതുപോലെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, വെജ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, പിന്നെ അതുപോലെ കുട്ടികൾക്കായിട്ട് ചോക്ലേറ്റ് ദോശ ഉണ്ട്. ഇവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ദോശ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഒരു പക്ഷേ ഇവിടുന്ന് കഴിച്ച ആളുകളൊക്കെ ഉണ്ടാവും, കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം കേട്ടോ. വലിയൊരു ദോശ കേട്ടോ, അതിൽ ഒരുപാട് ഐറ്റംസ് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. പിന്നെ അവരിപ്പോൾ പുതിയതായിട്ട് അവിടെ തുടങ്ങിയിട്ടുള്ളതാണ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ദോശ കേട്ടോ. പൈനാപ്പിൾ ദോശ ഉണ്ട്, ആപ്പിൾ ദോശ ഉണ്ട്, പിന്നെ അതുപോലെ ക്യാരറ്റ് ദോശ ഉണ്ട്, അതുപോലെ മൊയലിന്റെ റാബിറ്റിന്റെ ദോശ ഉണ്ട്, പിന്നെ അതുപോലെ ബീഫ് ദോശ ഉണ്ട്, ഒണിയൻ ദോശ ഉണ്ട്, പനീർ ദോശ ഉണ്ട്, ഓംലേറ്റ് ദോശ ഉണ്ട്, കാഞ്ചീപുരം ദോശ ഉണ്ട്, മഷ്റൂം ദോശ ഉണ്ട്, പിന്നെ അതുപോലെ ഫാമിലി ദോശ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നെയ് റോസ്റ്റ് ഉണ്ട്, സാധാ ദോശ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ കിങ് ദോശയൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയിൽ ഒരുപാട് സ്പെഷ്യലൊക്കെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയതായിരുന്നു. ഈ കാണുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, ലെഗ്, അപ്പൊ ഇത് അവരുടെ സ്പെഷ്യൽ മസാല വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അതുപോലെ ഗീ പൊറോട്ട ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് പിന്നെ ചിക്കൻ കൊത്തു പൊറോട്ട ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഈ ഒരു ചിക്കൻ കൊത്തു പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്കൊന്ന് നാരങ്ങൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് റെഡി ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഈ ഒരു കൊത്തു പൊറോട്ട കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ലെമൺ ജ്യൂസ് മിക്സ് ചെയ്യാൻ കാരണം. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഈ ഒരു ചിക്കനും അതുപോലെ പൊറോട്ടന്റെ ഒക്കെ കൂടി മിക്സ് ആയിട്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇനി നമുക്ക് ഈ ഒരു നൂലായി കിട്ടുന്ന ഈ ഒരു നൂൽ പൊറോട്ടയും അതിനെ കൂടെ ഈ ഒരു ചിക്കൻ കറിയും കൂടെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കറിയും അതുപോലെ ഈ ഒരു നൂൽ പൊറോട്ടയും കൂടി നല്ലൊരു കോംബോ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു നല്ലൊരു പീസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൂലായിട്ടുള്ള നൂൽ പൊറോട്ട കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അതും നല്ല കിഡു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവരുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. ദോശത്തെ സ്പെഷ്യലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ. തട്ടുകട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പൊ അവരുടേതായിട്ടുള്ള മസാല ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതും ഈ ഒരു പൊറോട്ടയ്ക്ക് ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കിഴി പൊറോട്ട ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം ലോഞ്ച് ചെയ്തിട്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഈ ഒരു കിഴി പൊറോട്ട ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവരുടെ ഈ ഒരു ഷോപ്പിലെ ഏകദേശം 100ൽ പരം വെറൈറ്റി ദോശ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു പുതുതായിട്ട് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ഒരു പൊറോട്ടയിൽ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നതാണ്. അപ്പൊ അതാ നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഒരു കിഴി ഓപ്പൺ ആക്കിയപ്പോൾ. അപ്പൊ നമുക്ക് അതിന്റെ മേലായിട്ട് ആദ്യം ഒരു മുട്ട പൊരിച്ചതാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട അതിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ചിക്കന്റെ ഒരു ഫില്ലിങ് വരുന്നത് കേട്ടോ. ചിക്കന്റെ നല്ലൊരു ബ്രസ്റ്റ് പീസ് ഭാഗം വെച്ചിട്ടാണ് ഈ ഒരു പൊറോട്ടന്റെ ഉള്ളിലത്തെ ഫില്ലിങ് വെച്ചിട്ടുള്ളത്. കണ്ടിട്ടൊരു നമ്മളുടെ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു മോഡലായിട്ടാണ് ഇവർ ഇതിന്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ക്യാപ്സിക്കം അതുപോലെ നല്ല ബ്രസ്റ്റ് പീസ് ആയിട്ടുള്ള ചിക്കൻ പീസ് ഒക്കെ ഇട്ടിട്ട് സോസ് ഒക്കെ ഒഴിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഈ ഒരു കിഴി പൊറോട്ട ഉണ്ടല്ലോ നല്ല അഡാറായിട്ടാണ് കേട്ടോ. നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് വന്ന് കഴിച്ചു നോക്കൂട്ടോ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ.
നമ്മളെ ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോഴേ ഒരു കാര്യം മറന്നു കേട്ടോ, ഈ ഒരു ലെമൺ ജ്യൂസ് ഒഴിക്കാൻ മറന്നുപോയേ. അപ്പൊ നമുക്ക് അതൊന്ന് ഒഴിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ തന്നെ ലെമൺ ജ്യൂസ് ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മിന്റ് ടീ ആയിരുന്നു. ഇതുപോലെ പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് എന്നെ പോലെ ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു സുലൈമാനി ഒക്കെ കഴിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. മിന്റ് ടീയിലൂടെ നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. കൂടുതൽ കുടിച്ചോക്കാട്ടാ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ഉഷാർ കിട്ടാനും ഒരു കട്ടനൊക്കെ നല്ലതാട്ടോ. അപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് മറക്കണ്ട കേട്ടോ, കോട്ടക്കല് പറമ്പിലങ്ങാടിയാണ്. അപ്പൊ എല്ലാവരും ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാ. അതുപോലെ തന്നെ നമ്മുടെ പേജ് J2 Diaries ആണ് ഇൻസ്റ്റയില്. അതുപോലെ നിങ്ങൾ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബില് നമ്മൾ J2 Diaries തന്നെയാണ്. അതുപോലെ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സും കൂടി ഒന്ന് ഇതാട്ടോ. കാണാം പുതിയൊരു ഫുഡ് സ്പോട്ടിൽ. അതുവരേക്കും ബൈ.